ഒരു റോക്കിന് 12,317. ഒരു റോക്കിന് 12,317 എന്നിവ ഉപയോഗിച്ച് ഒരു ത്രികോണം ഉണ്ടാക്കുന്നു. ഈ ത്രികോണത്തിലെ 3 കോണുകൾ ഏതൊക്കെയാണ്? എന്ന് വെച്ചാൽ ഒരു റോക്ക് അതിലെ തന്നെ ഒരു റോക്ക് 12,317 എന്നല്ലേ? 12,317 ഇത് വെച്ച് ഒരു ത്രികോണം ഉണ്ടാക്കുന്നു. ഓക്കെ, ഈ ഓരോ കോണിൻ്റെയും തുക എത്രയാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എന്തുവാ? ഒരു ത്രികോണം എന്ന് പറയുന്നത് എത്ര? 180 ഡിഗ്രിയാണ്. അത് നമ്മൾ അറിയാം. ഓക്കെ, ഇനി ഒരു റോക്കിനെ ഓരോ 5 മിനിറ്റ് കഴിയുന്നതോറും തന്നെ 30 ഡിഗ്രിയുടെ വ്യത്യാസം ഉണ്ടാവും. അത് മനസ്സിലായേ? എന്ന് വെച്ചാൽ 12 ഒരു മണിയാവുമ്പം മണിക്കൂർ എന്തോ ഇങ്ങോട്ടാവും. അപ്പം ഓരോ 5 മിനിറ്റിനും 30 ഡിഗ്രി തിരിയും. ഒരു റോക്ക് മൊത്തം 360 ഡിഗ്രിയാണ് തിരിയുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കണ്ട. ഓരോ 5 മിനിറ്റിനും 30 ഡിഗ്രി. ഓക്കെ, ഇനി ഇതിനകത്ത് മനസ്സിലാക്കേണ്ടൊരു കാര്യം ഈ 7ൻ്റെ പാദത്തെ കോണളവ് ആണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണോ വരുന്നത്, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റിലെ 2 കോണ് ഒന്നിങ്ങോട്ട് പോയി ഒന്നിങ്ങോട്ട് പോയി, ഇതിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എത്ര ഡിഗ്രിയാണോ അതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ വരുന്നത്. മനസ്സിലായോ? ഇപ്പം ഇവിടുത്തെ കോണളവ് എത്രയാണ് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്രയാണോ വരുന്നത് അതിൻ്റെ പകുതിയാണ് ഇവിടെ വരുന്നത്. ഉദാഹരണം 12 30, 1 2 30 ഡിഗ്രി, 2 3 30 ഡിഗ്രി. അങ്ങനെ നമുക്ക് പറയാം ഇത് 3 കൂടി എത്ര? 90 ഡിഗ്രി ഇവിടെ വരും. അപ്പം 90 ഡിഗ്രിയുടെ പകുതിയാണ് ഇവിടെ ഓപ്പോസിറ്റ് വരുന്നത്. എത്ര? 45 ഡിഗ്രി. ഓക്കെയാണ്. ഇനി ഇതുപോലെ ഇത് ചെയ്യാമല്ലോ. ഇപ്പം 3ൻ്റെ ഓപ്പോസിറ്റ് 12 തൊട്ട് 7 വരെയുണ്ട്. ഇടയ്ക്ക് 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്. അപ്പം 7 8 30, 8 9 30, 9 10 30, 10 11 30, 11 12 30. അതായത് 1 2 3 4 5, 5 × 30 150 ഡിഗ്രി. അപ്പം ഈ 3ൻ്റെ നേരെ ഓപ്പോസിറ്റ് 150 ഡിഗ്രിയാണ്. അപ്പം ഇവിടെ 150 ഡിഗ്രി ആവുമ്പോൾ ഇവിടെ എത്ര? സ്വാഭാവികമായി നിങ്ങൾ അറിയാം 150ൻ്റെ പകുതി 75 ഡിഗ്രി അവിടെ വരും. ഓക്കെയാണ്. ഇനി ഇവിടെ 12ൻ്റെ ഓപ്പോസിറ്റ് 6 5 4 3 ഉള്ളത്. അപ്പം 30 ഡിഗ്രി 30 ഡിഗ്രി 30 ഡിഗ്രി 30 ഡിഗ്രി. അങ്ങനെ 1 2 3 4 4 × 30 120 ഡിഗ്രി. ഇവിടെ 120 ഡിഗ്രി ആകുമ്പോൾ ഇത് ഓപ്പോസിറ്റ് ഇവിടെ എത്ര വരും? 60 ഡിഗ്രി വരും. മനസ്സിലായേ? അപ്പം ചോദ്യം എന്താ? ആ ചോദ്യം ഒന്ന് നോക്കിയേ. 12 3 7, 12 3 7. ഇത് വെച്ചുണ്ടാക്കാൻ പറ്റുന്ന കോണിൻ്റെ അളവ് 12ൻ്റെ താഴത്ത് 60 ഡിഗ്രി, പിന്നെ 3ൻ്റെ താഴത്ത് 75 ഡിഗ്രി, അതുപോലെ അടുത്ത 7ൻ്റെ താഴത്ത് 45 ഡിഗ്രി. ഇതാണ് നമ്മുടെ ഉത്തരം. അതായത് ഇങ്ങനൊരു ഉദാഹരണം പറയാതെ വേറെ ചുമ്മാതൊരു കാര്യം പറയുക. 12 6 3 9 10
11, 12, 1, 2, 3, 4, 5, 6, 7, 8. 1ഉം 8ഉം 3ഉം കൂടെ ഒരു ഓളം നിർമ്മിക്കും. 1ൻ്റെ താഴത്ത് 1ൻ്റെ ഓപ്പോസിറ്റ് ഇതാ 1, 2, 3, 4, 5 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ എത്ര വരും? 75. ഇപ്പം ഇവിടെ 3, 4 30, 60. ഇവിടെ 60 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ 30 ഡിഗ്രി വരും. അതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഓക്കെ, മനസ്സിലായോ? എപ്പോഴും ഇപ്പം പുതിയ പാർട്ടിയുടെ ചോദ്യമാണ്, നന്നായിട്ട് പഠിക്കും കേട്ടോ.